പ്രേക്ഷകരെ, നമ്മൾ അബ്ദുൾ റഹീമിന്റെ നാട്ടിലേക്ക് മടങ്ങുന്നു. അബ്ദുൾ റഹീം നാടിന്റെ സ്നേഹത്തിലേക്ക് വന്നിറങ്ങുന്ന കാഴ്ചയാണ്. രഞ്ജിത്തുണ്ട്, ഒപ്പം ശരത്തുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിങ്ങിക്കൂടിയ ജന്മനാടിലെ നാട്ടുകാരുടെ ഈ സ്നേഹവായ്പിലേക്ക് വന്നിറങ്ങുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൾ റഹീം. വി എസ് രഞ്ജിത്തുണ്ട്. വി എസ് രഞ്ജിത്ത്, കാത്തിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്കാണ്, ജന്മനാടിന്റെ വാത്സല്യത്തിലേക്ക് അബ്ദുൾ റഹീം തിരിച്ചിറങ്ങുന്നു അല്ലേ? ഡോക്ടറും തീർച്ചയായിട്ടും ഇട്ട റഹീമിന്റെ വീട്ടിലേക്ക് PMA സമീർ MLA വാഹനം, ആ വാഹനം എത്രത്തോളം അകത്തേക്ക് കയറുമെന്ന് അറിയില്ല. വാഹനത്തെ അകത്തേക്ക് കയറ്റി റഹീമിനെ പുറത്തിറക്കാനുള്ള നീക്കമാണ്. വലിയൊരു ആൾക്കൂട്ടം ഈ പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ റഹീമിനെ ഇവിടെ ഇറക്കി ആൾക്കൂട്ടത്തെ കാണിച്ച് അവർക്ക് കാണണം. ഉമ്മ അകത്തുണ്ട്, ഉമ്മയ്ക്ക് കാണേണ്ടതുണ്ട്. നാട്ടുകാരെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ചുവന്ന പരവതാനി വിരിച്ച ഈ വീട്ടിലേക്ക് റഹീം എത്തുകയാണ്. റഹീമിന്റെ വാഹനം അകത്തേക്ക് കയറുന്നു. 20 വർഷത്തെ കാത്തിരിപ്പ്, 20 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് റഹീം എത്തുകയാണ്. ഈ വീട്ടിൽ, ഈ മുറ്റത്ത് 2 വീടുകളാണ് കാത്തിരിക്കുന്നത്. ഒന്ന് നേരത്തെ റഹീം ജനിച്ചു വളർന്ന, റഹീം ഇവിടെ നിന്ന് സൗദിയിലേക്ക്, റിയാദിലേക്ക് പോകുമ്പോൾ റഹീം എത്തിയ വീട്. മറ്റൊന്ന് റഹീമിന് വേണ്ടി ഉണ്ടാക്കിയ പുതിയ വീട്. ഈ 2 വീടുകളിലാണ് ഇപ്പോൾ. പഴയ വീട്ടിലാണ് ഉമ്മ കാത്തിരിക്കുന്നത്. കാരണം അവിടെ നിന്നാണ് മകൻ ഇറങ്ങിപ്പോയത്. ആ വീട്ടിലേക്ക് മകൻ തിരിച്ചെത്തുകയാണ്. ഇതൊരു തിരിച്ചുവരവാണ്. ആ നാട്, ജന്മനാട് കാത്തിരുന്ന, തിരികെ മടങ്ങാൻ കാത്തിരുന്ന ആ ദിവസങ്ങൾക്കൊടുവിൽ ഇപ്പോഴിതാ ഈ വീട്ടിലേക്ക്, ഈ ജന്മനാട്ടിലേക്ക് റഹീം എത്തുകയാണ്. വലിയ ആൾക്കൂട്ടം. റഹീമിനൊപ്പം കളിച്ചു വളർന്നവർ, റഹീമിനെ പണ്ട് പരിചയമുള്ളവർ, പരിചയമില്ലാത്തവർ, ഒരു പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ കാത്തിരിക്കുകയാണ്. അവരാരും ഒരുപക്ഷെ റഹീമിനെ കണ്ടിട്ടുണ്ടാവില്ല. റഹീം ഈ വീട് കാണുകയാണ്. റഹീം നിറ കണ്ണുകളോടുകൂടി വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. ഉമ്മ അകത്ത് കാത്തിരിക്കുന്നുണ്ട്. ഉമ്മയുടെ ആ കാത്തിരിപ്പിനൊടുവിൽ അവിടെ ഇതാ റഹീമിന്റെ വാഹനം അകത്തേക്ക് എത്തുന്നു. റഹീം പുറത്തേക്ക് അല്പസമയത്തിനകം ഇറങ്ങും. റഹീമിന്റെ വാഹനം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ PMA സമീർ MLA പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങണം അബ്ദുൾ റഹീം. അപ്പോൾ അബ്ദുൾ റഹീമിന്റെ മോചനം ഇതാ. അബ്ദുൾ റഹീം പുറത്തേക്ക് ഇറങ്ങുന്നു. അബ്ദുൾ റഹീമിന്റെ വാഹനത്തിൽ നിന്ന് അബ്ദുൾ റഹീം പുറത്തേക്ക് ഇറങ്ങി ജന്മനാട്ടിൽ വന്ന് സ്വന്തം നാട്ടിലെ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു അബ്ദുൾ റഹീം. പ്രിയപ്പെട്ടവരെ, അബ്ദുൾ റഹീം 20 വർഷത്തിന് ശേഷം സൗദിയിൽ നിന്നും ജയിൽ മോചിതനായ അബ്ദുൾ റഹീം ഇതാ നാട്ടിലേക്ക് തിരികെ എത്തുന്നു. വീട്ടിലേക്ക് വരികയാണ്. ഉമ്മയുടെ കരവലയത്തിൽ ഒതുങ്ങാൻ പ്രിയപ്പെട്ട മകനെത്തുന്നു. ഉമ്മയ്ക്കിത് വലിയ പെരുന്നാൾ സമ്മാനമാണ്. ഉമ്മയുടെ ജീവിതത്തിൽ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലഭിക്കുന്ന വലിയ സമ്മാനം പ്രിയപ്പെട്ട അബ്ദുൾ റഹീമാണ്. അബ്ദുൾ റഹീം തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന കാഴ്ചയാണ്. അങ്ങനെ ജന്മനാട്ടിൽ കളിച്ചു നടന്ന മണ്ണിലേക്ക് കാലുകുത്തിയിരിക്കുന്നു അബ്ദുൾ റഹീം. സ്നേഹവാത്സല്യങ്ങൾക്കിടയിൽ വലിയ ആൾക്കൂട്ടമുണ്ടല്ലേ. കണ്ണീരണിഞ്ഞാണ് വരവ് അബ്ദുൾ റഹീമിന്റെ. കണ്ണീരിനിടയിൽ ഒരു പുഞ്ചിരി കൂടി ഊറിക്കൂടുന്നുണ്ട്. റഹീമിന്റെ ബന്ധുക്കൾ, റഹീമിന്റെ ഉമ്മ, എല്ലാവരും കാത്തിരിക്കുന്നു. ഇതാ സീനത്തേക്ക് 20 വർഷത്തിന് ശേഷം റഹീം കാലുകുത്തുകയാണ്. ജന്മനാട്ടിൽ കണ്ണീരോടുകൂടി കെട്ടിപ്പുണരുന്ന സഹോദരൻ റഹീമിനെ കെട്ടി 20 വർഷത്തിന്റെ കാത്തിരിപ്പുണ്ട്. 20 വർഷത്തിന്റെ പ്രതീക്ഷയുണ്ട്. അതെല്ലാം ചേർന്ന് ഇതാ ഇപ്പോൾ വലിയ ആനന്ദാശ്രയത്തോടുകൂടി ഈ വലിയ പെരുന്നാൾ ദിനത്തിൽ ആ വീട്ടിലേക്ക് റഹീം എത്തുകയാണ്. വീട്ടിനുള്ളിലേക്ക് ഉമ്മയെ കാണാൻ റഹീം കയറുകയാണ്. പ്രതീക്ഷയോടുകൂടി, കണ്ണീരോടുകൂടി കാത്തിരുന്നൊരുമ്മ അവിടെ കാത്തിരിക്കുന്നു റഹീമിനെ. റഹീം ഇപ്പോൾ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നു. വീട്ടിനകത്താണ് ഇപ്പോൾ റഹീം ഉള്ളത്. ഉമ്മയെ കാണാനുള്ള ആ അവസാനത്തെ അതാ ഇപ്പോൾ റഹീം ബന്ധുക്കളെ കാണുന്നു. റഹീമിനെ കാണാൻ വേണ്ടി 20 വർഷം കാത്തിരുന്ന ബന്ധുക്കൾ, ആ ബന്ധുക്കളെ കാണുന്നു. സഹോദരനെ കെട്ടിപ്പിടിക്കുന്നു. വലിയ ദൃശ്യങ്ങളാണ്. ആ സന്തോഷത്തിന്റെ, ആനന്ദാശ്രുക്കളുടെ വലിയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വീട് ഇപ്പോൾ ഒരു വലിയ ആഘോഷത്തിന്റെ ഒരു വീടായി മാറിയിരിക്കുന്നു. ആൾക്കൂട്ടം നിറഞ്ഞിരിക്കുന്നു. റഹീമിനെ കാണാൻ സഹോദരങ്ങൾ, ബന്ധുക്കൾ, എത്ര പേരാണ് നോക്കൂ, കണ്ണുനീരോടുകൂടി റഹീമിനെ ആശ്ലേഷിക്കുന്നു. ഈ എല്ലാ പെരുന്നാളുകളുടെയും പെരുന്നാൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് വലിയ പെരുന്നാൾ. ഒരു അമ്മയുടെ കരവലയത്തിലേക്ക് ആ മകൻ വന്നിറങ്ങുന്ന കാഴ്ച പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കലും സാധ്യമാവില്ലെന്ന് കരുതിയതാണ്. ഈ നാടൊന്ന് കാണാനും ഈ ജന്മനാട്ടിന്റെ മണ്ണിൽ ഒന്ന് കാലെടുത്ത് വയ്ക്കാനും റഹീമിന് കഴിയുമെന്നാരും കരുതിയതല്ല. 20 വർഷം മുമ്പ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ അടയ്ക്കുമ്പോൾ ഇപ്പോൾ ഇതാ സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം നാട്ടുകാരുടെ കരവലയത്തിലേക്ക് പ്രിയപ്പെട്ട അബ്ദുൾ റഹീം ഏറെ സുരക്ഷിതനായി മടങ്ങിയെത്തിയിരിക്കുന്നു.